പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ നമ്മുടെ സതീശൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വാ തുറക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി കയറിയിട്ടൊരു 2 ആഴ്ചയായില്ല. അപ്പോഴത്തേൻ്റെ പത്രക്കാരൊക്കെ പറയുന്ന പുള്ളി വാ തുറക്കുന്നില്ല. പുള്ളിയോട് ഇപ്പോൾ ചോദ്യം ചോദിച്ചു. അപ്പോൾ ഇന്ന് രസകരമായിട്ട് പുള്ളി അതിനുള്ള മറുപടി പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പുള്ളി പറഞ്ഞത്, ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോഴാണ് ഏതായാലും പണ്ടൊക്കെ നമ്മൾ ഓപ്പണായിട്ട് കക്കൂസിലൊക്കെ എന്ന് വെച്ചാൽ ശുചിത്വാലയം ഇല്ലാത്ത ഒരു സമയമുണ്ടായിരുന്നു. അന്നേരം മുഖ്യമന്ത്രിമാരൊക്കെ ഓപ്പണായിട്ട് പോകുമ്പോൾ അവിടെ ഇതുണ്ടായിരുന്ന കൊണ്ടുവന്നില്ല. ഇപ്പോൾ ഏതായാലും അങ്ങനല്ല, പുള്ളി നടക്കാൻ പോയി. ഇന്നേരവും ഈ സ്വകാര്യത നട്ടപ്പോൾ പുള്ളി ഈ കോലും പൊക്കി അവരുടെ പുറകെ പോയി. അങ്ങനെ പുള്ളി കാറേ കയറുമ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞു, ഒരു ലാസ്റ്റിൽ എൻ്റെ മുഖത്തൊരു ഈ സാധനം വന്ന് ഇടിച്ചു. ഈ കോല് പത്രക്കാരുടെ ഇത് വന്ന് മുഖത്തിടിച്ചു. പുള്ളി ആരോടും പറഞ്ഞില്ല. പിണറായി വിജയനാണേൽ ചാടി ഇറങ്ങി അവരുടെ രക്ഷാപ്രവർത്തകരെ തട്ടിത്തെറിപ്പിച്ചവൻ്റെ ആപ്പീസ് കൂട്ടിയത്. അതായത് പുള്ളിക്കാരൻ ഞാനൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരൻ പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴും ചോദിക്കാം, പക്ഷേ ഉത്തരം പറയാൻ എനിക്കൊരു അവകാശമുണ്ട്. ആ സമയത്ത് ഞാൻ പറയും. അല്ലാതെ ഇവരെപ്പോഴും കോലിട്ട് അണ്ണാക്കിലോട്ട് കുത്തിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ നോക്കൂ. ഇല്ല, അതിന്ന് കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളി ED റെയ്ഡിനെ പറ്റി പറഞ്ഞു. മോദിയെ പുള്ളി കണ്ടു, ആദ്യമായിട്ടാണ് കാണുന്നത്. മോദി പറ്റി വളരെ രസകരമായിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീട്ടിൽ നാളെ റെയ്ഡ് നടത്തണം. അപ്പോൾ ഒരിടത്ത് പോരാ, 12 നടത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് മോദി റെയ്ഡ് നടത്തിയത്. ഇതൊക്കെ വളരെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വതസിദ്ധമായ ശൈലിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പുള്ളിക്കാരനത് പറഞ്ഞു. ഈ രീതി തുടരണമെന്നാണ് ആഗ്രഹം. അല്ലാതെ പിണറായി വിജയൻ്റെ കൊണ്ട് മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തി യാതൊരു കാരണവശാലും സതീശൻ ചെയ്യരുത്. ഇങ്ങനെ പറയേണ്ടടുത്ത് പറയണം, പറയേണ്ടാത്തടുത്ത് പറയണ്ട. പക്ഷെങ്കിൽ 2 ദിവസം കഴിഞ്ഞായാലും ആലോചിച്ച് പറയേണ്ടതെന്ന് പറയുക തന്നെ ചെയ്യണം. ഏതായാലും നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മുഖ്യമന്ത്രിയാണെന്നൊരു തുടക്കത്തിൽ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പുറകിലുള്ള കൈയാളുകളോ പിടിയാളുകളോ ഒക്കെ ആരൊക്കെയാണ് എന്നൊക്കെ തിരിച്ചറിയാൻ ഒക്കത്തുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.